2 മാസത്തെ റേഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള നടപടിയിലുണ്ടായ ആശയക്കുഴപ്പത്തെ തുടർന്ന് ഏപ്രിൽ മാസത്തെ വിഹിതം വാങ്ങാതെ മെയ് മാസത്തേത് മാത്രം വാങ്ങിയ ആയിരക്കണക്കിന് കാർഡുടമകളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി തുടങ്ങി. ഇവർക്ക് ഏപ്രിൽ മാസത്തെ റേഷൻ നഷ്ടമാകാതിരിക്കാൻ വിതരണം മെയ് 5 വരെ നീട്ടാൻ തീരുമാനിച്ചു. ഇ-പോസ് സംവിധാനത്തിന്റെ ചുമതലയുള്ള നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിന്റെ അനുമതി ലഭിക്കാനുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനനുസരിച്ച് ഏപ്രിലെ റേഷൻ ഏപ്രിൽ 30 വരെയും മെയ് മാസത്തെ റേഷൻ ഏപ്രിൽ ആദ്യവാരം മുതൽ മെയ് 30 വരെയും ലഭ്യമാക്കി. എന്നാൽ ഇ-പോസ് യന്ത്രത്തിൽ വിതരണ മാസം തെറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പലർക്കും മെയ് മാസത്തെ വിഹിതം മാത്രമാണ് ലഭിച്ചത്. ഏപ്രിൽ 30-ന് വിതരണം അവസാനിപ്പിക്കേണ്ടതിനാൽ ഒരു മാസത്തെ റേഷൻ നഷ്ടമാകാനുള്ള സാഹചര്യം ഉണ്ടായതോടെയാണ് സമയം നീട്ടാനുള്ള തീരുമാനം. ഇതുപോലെ മാസം മാറി റേഷൻ വാങ്ങിയ കാർഡുടമകളുടെ പട്ടിക ജില്ലാ സപ്ലൈ ഓഫീസർമാർ തയ്യാറാക്കുന്നു. റേഷൻ വ്യാപാരികളുടെ സഹായത്തോടെ ഗുണഭോക്താക്കളെ വിവരം അറിയിക്കും. ഇതിനൊപ്പം സപ്ലൈകോയുടെ വാർഷിക പരിശോധനയെ തുടർന്ന് 12 NSFA ഡിപ്പോകൾക്ക് കീഴിലുള്ള 2000-ലധികം റേഷൻ കടകളിൽ വിതരണം വൈകിയ പ്രശ്നത്തിനും ഈ നീട്ടൽ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏപ്രിൽ പകുതിയോടെയാണ് ഈ ഡിപ്പോകളിൽ വിതരണം ആരംഭിച്ചത്. വിതരണം നീട്ടണമെന്ന ആവശ്യം വ്യാപാരികളും ഉന്നയിച്ചിരുന്നു. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.